കോൺഗ്രസിന് തങ്ങളുടെ കാലിലെ മണ്ണൊലിച്ചു പോകുന്ന കാലഘട്ടമാണിത്. കോൺഗ്രസിന്റെ ഐഡലുകളെയെല്ലാം സംഘപരിവാറും BJPയും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ മഹാത്മാഗാന്ധിയെ സ്വന്തമാക്കാനുള്ള പ്രക്രിയകൾ ഒരുപാടായി നടത്തിക്കൊണ്ടിരിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനെ അവർ സ്വന്തമാക്കി കഴിഞ്ഞു. നെഹ്റുവിനെ അവർ ഈ ചരിത്രത്തിൽ നിന്ന് പുറന്തള്ളാനായി ശ്രമിക്കുന്നു. ഇതാണ് കോൺഗ്രസിനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കോൺഗ്രസ് സംഘപരിവാർ ഏറ്റെടുത്ത് അല്ലെങ്കിൽ സംഘപരിവാർ വലിയ രീതിയിൽ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ തിരിച്ചു പിടിക്കാനുള്ള പ്രക്രിയകൾ തുടങ്ങിക്കഴിഞ്ഞു. അവർ പറയുന്നത് RSSനെ നിരോധിച്ചത് പട്ടേലായിരുന്നു. ആ പട്ടേലിനെയാണ് ഇപ്പോൾ RSS ആരാധിക്കുന്നത് എന്നുള്ളതാണ്. നെഹ്റുവുമായി പട്ടേലിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് സംഘപരിവാറിന്റെ വെറും സൃഷ്ടി മാത്രമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. പോരാത്തതിന് ഇന്ത്യയുടെ ഐക്യത്തിന്റെ സ്ഥാപകൻ എന്നാണ് നെഹ്റു പട്ടേലിനെ വിശേഷിപ്പിച്ചത്. എന്തായാലും ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെ BJPയുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കാനായി രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തുടക്കം തന്നെ പാളിപ്പോയി എന്നതിനെ നമുക്ക് പറയേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ശിലയിൽ മാലയിടുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കോ വേണ്ടി ഓക്കാനിക്കുക എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ കേരളത്തിൽ. അതായത് എന്തിനോ വേണ്ടി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവിടെ വന്ന് ആ മാല അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോകുന്നതാണ് ഇപ്പോൾ കാണാനായി സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പട്ടേലിനെ തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധി ഇറങ്ങി എന്ന് പറഞ്ഞ് വലിയ വാർത്തയാക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒന്നടങ്കം ഈ വിഷ്വൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് ചിരിക്കുകയാണ്. രണ്ടാമതൊരു വിഭാഗം വലിയ രീതിയിൽ അമർഷം കൊള്ളുകയാണ്. കാരണം ഒരു പട്ടേലിന്റെ പ്രതിമയിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ മാല ഇട്ടിട്ട് പോയ രാഹുൽ ഗാന്ധി എന്ന രീതിയിൽ വലിയ പ്രതിഷേധമടക്കം അവിടെ കത്തിപ്പടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇത് വലിയ ആഘോഷമായി മാറുകയാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ട്രെൻഡ് ആണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്നാണ് മനസ്സിലാവുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലിനെ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചു എന്നാണ് ഇപ്പോൾ BJPക്കാർ പറയുന്നത്. BJP പട്ടേലിനെ ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പട്ടേലിനെ മോചിപ്പിക്കാൻ ഇറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ നിലവിലത്തെ ഗതിയാണ് ഇത് എന്നുള്ളത് ആലോചിക്കുക. സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിനെതിരെ സർദാർ വല്ലഭായ് പട്ടേൽ എടുത്ത നിലപാടുകളെ ഉയർത്തിക്കാട്ടുന്ന പ്രമേയം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന AICC വിശാല പ്രവർത്തക സമിതി യോഗം അംഗീകരിച്ചു. പട്ടേലിന്റെ 150ാം ജന്മവാർഷികം പ്രമാണിച്ച് അഹമ്മദാബാദ് ഷാഹിബാഗിലെ പട്ടേൽ സ്മാരകത്തിൽ യോഗം ചേർന്നു. വല്ലഭായ് പട്ടേലിന്റെ പൈതൃകം ഏറ്റെടുക്കാനും നെഹ്റു പട്ടേൽ വൈരുദ്ധ്യം പ്രചരിപ്പിക്കാനും BJP ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ ഒരു വമ്പൻ നീക്കമായിട്ടാണ് ഇതിനെ മാധ്യമങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ഒരൊറ്റ ദൃശ്യത്തിൽ അല്ലെങ്കിൽ ഒരൊറ്റ മാലയിടലിൽ ഇതെല്ലാം രാഹുൽ ഗാന്ധി തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഞങ്ങളുടെ സർദാർ എന്ന തലക്കെട്ടിലുള്ള പ്രമേയത്തിൽ ഗാന്ധി വധത്തെ തുടർന്ന് 1948 ഫെബ്രുവരി 8 RSSനെ നിരോധിച്ചത് ഉപപ്രധാനമന്ത്രിയായിരുന്ന പട്ടേലായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവരുടെ പ്രമേയത്തിൽ ശൂലം ഭ്രൂണം ഗർഭിണി അടക്കമുള്ള സകല കാര്യങ്ങളുമുണ്ട്. എന്തായാലും പട്ടേലിനെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. രാഹുൽ ഗാന്ധി ഇത് ആദ്യത്തെ തവണയല്ല ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുന്നത്. സാമാന്യ വിവരമോ യുക്തിയോ ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണമോ എന്നുള്ള ഒരു യുക്തിബോധം രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്ന് എടുത്തു പറയേണ്ടി വരും. 50 വയസ്സായ മനുഷ്യനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉദ്ഘാടനത്തിനൊക്കെ വരുന്നത് രാഹുൽ ഗാന്ധി വളരെ ഭവ്യതയോടെയാണ് പല ആൾക്കാരും ഉദ്ഘാടനത്തിന് വന്ന് ആ ശിലയിലെ കർട്ടനൊക്കെ മാറ്റുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി വന്ന് വലിച്ചു പറിച്ചെടുത്തിട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശിവജി മഹാരാജിന്റെ പ്രതിമയിൽ 2 കൈ കൊണ്ടും പുഷ്പങ്ങൾ എടുത്ത് കാലിൽ അത് അർപ്പിച്ച് അവിടെ നമസ്കരിക്കേണ്ടതിന് പകരം പുഷ്പമെടുത്ത് ക്രിക്കറ്റ് ബോൾ എറിയുന്നത് പോലെ ശിവജിയുടെ തലയിലോട്ട് എറിഞ്ഞിട്ട് പോകുന്ന രാഹുൽ ഗാന്ധിയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ പ്രവൃത്തിയല്ല രാഹുൽ ഗാന്ധിയുടേത് എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും കോൺഗ്രസിന് ഇതല്ല, ഇതിൻ്റെ അപ്പുറം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് BJPക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.